ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോൾ മരുന്ന് കഴിക്കുന്നതെല്ലാം ഞാൻ കുറച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും യഥാർത്ഥത്തിൽ എന്നെ ആവേശപ്പെടുത്തുകയാണ്. തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ക്ലാസ്സുകൾ വ്യാപകമായി കാണുകയും അതിൽ അഭിപ്രായം എഴുതുകയും ചെയ്യുന്നു. അഭിപ്രായം എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 2026 ഒരു സർക്കാർ ജോലി എന്ന നമ്മുടെ മുദ്രാവാക്യം നമുക്ക് പൂർത്തിയാക്കിയേ പറ്റൂ. അതുകൊണ്ട് അതിനുവേണ്ടി അങ്ങേയറ്റം നിങ്ങൾ ശ്രമിക്കണം. ഉത്തരങ്ങൾ നിങ്ങൾക്ക് തിളങ്ങും, സംശയം വേണ്ട. നിങ്ങൾ ഗോ ബാക്ക് ടു ടെക്സ്റ്റ് ബുക്സ് നമ്മൾ പറഞ്ഞ ഒരു മുദ്രാവാക്യമാണ്. കാര്യങ്ങളെല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷത്തെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 25 വർഷം നിസ്സാര സംഗതിയില്ല. നിങ്ങൾ ചിലരപ്പോൾ ജനിച്ചു കാണില്ല. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇന്നെടുക്കുന്ന ഒരു ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് തൃപ്തികരമാണോ? നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ആ രീതിയിൽ നിങ്ങൾ ഈ ചർച്ചയെ മുന്നോട്ട് കൊണ്ടുവരണം. അതിനനുസരിച്ചായിരിക്കും ക്ലാസ് വരുന്നത്. എന്നെ സംബന്ധിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട്, അത് വിദ്യാഭ്യാസം കൂടിയവരും വിദ്യാഭ്യാസം കുറഞ്ഞവരും എല്ലാ ഗ്രൂപ്പുകാരെയും തൃപ്തിപ്പെടുത്തി ചില പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് 20 മാർക്ക്, ചില പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് 10 മാർക്ക്, അത് ഫുൾ വാങ്ങിത്തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കും, പൂർത്തീകരിക്കും, അതിൽ സംശയമില്ല. നമുക്കിവിടെ പെയ്ഡ് ക്ലാസ് ഇല്ല. ഇതെല്ലാം ഫ്രീ ക്ലാസ്സാണ്. നിങ്ങൾ ക്ലാസ്സുകൾ കാണണം, മറ്റുള്ള കുട്ടികളെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരെ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. ആപ്പുകളിൽ പോയി വലിയ തുകയടച്ച് ആദ്യം ഒരു 5-6 ക്ലാസ് നല്ലതെല്ലാം കിട്ടിയിട്ട് അവസാനം നിരാശരായ ബഹുഭൂരിപക്ഷം ആളുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുന്നത് ശരിയാണോ? നമ്മൾ എന്തുമാത്രം സംസാരിച്ചിരിക്കുന്നു അല്ലേ? ഏകദേശം 1600 വീഡിയോകളാണ് നമ്മുടെ ഓൺലൈനിൽ കിടക്കുന്നത്. ഇംഗ്ലീഷ് ലെസൺ 1 6 ലക്ഷം പേര് കണ്ടതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു ചെറിയ ക്ലാസ്, 40 മിനിറ്റുള്ള ഒരു ക്ലാസ് 6 ലക്ഷത്തിലധികം പേര് കണ്ടു. അത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒന്നാണ്. ഈ ശക്തി ചക്രപാണി സാറിൻ്റേത് മാത്രമല്ല, നമ്മളോടൊപ്പം അണിനിരന്നിട്ടുള്ള യുവതി യുവാക്കളുടെ ശക്തിയാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. ഈ കഴിഞ്ഞ ദിവസം മണിസാറോട് വന്നിരുന്നു. മണിസാറും ആവേശഭരിതമാണ് ആ പ്രായത്തിൽ. സാറ് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ക്ലാസ്സുകൾ സാറ് തന്നെയാണ് എടുക്കുന്നത്. സാറ് പാഠപുസ്തകങ്ങൾ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് അതിൻ്റെ നോട്ട് തയ്യാറാക്കി തുടങ്ങി. അപ്പോൾ മണിസാറിൻ്റെ ക്ലാസ്സും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ അടുത്തെത്തും. അതുകൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കടക്കാം. ശരി ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഈ ബോർഡിൽ 3-4 വാക്യം എഴുതിയിട്ടുണ്ട്. ഈ വാക്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ തീരെ താഴോട്ട് പോവില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ കുറച്ച് ബേസായിട്ട് തന്നെ തുടങ്ങും. ആദ്യത്തെ സെൻറ്റൻസ് ദ ബീ സ്റ്റങ് ഹിം, അതിൻ്റെ പാസീവ് വോയിസാണ് നിങ്ങൾ എഴുതാനുള്ളത്. എൻ്റെ സുഹൃത്തുക്കൾ കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, ഈ സെൻറ്റൻസിൻ്റെ ഉത്തരം എഴുതാൻ അറിയാമെങ്കിൽ ഞാൻ ബേസിലേക്ക് പോകില്ല. ദ ബി തേനീച്ച സ്റ്റങ് ഹിം, അതിൻ്റെ പാസീവ് വോയിസ് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ഡോക്ടറാണെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. രണ്ടാമത്തെ സെൻറ്റൻസ് ദ ബി സ്റ്റങ് ഹിം, അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ അറിയാമോ? അതുപോലെ ഹീ ഷോട്ട് ആൻ ആരോ, അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ അറിയാമോ? ഹീ ഷോട്ട് ആൻ ആരോ, അതിൻ്റെ പാസീവ് വോയിസ് എഴുതാൻ അറിയാമോ? ദ ഷിപ്പ് സാങ് ഇൻ ടു ദ സീ, അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യൻ എഴുതാൻ അറിയാമോ? ഇതെല്ലാം ഏത് രീതിയിൽ വരുന്ന വാക്യങ്ങളാണ്? പ്രസൻറ്റ് സിമ്പിളാണോ, പാസ്റ്റ് സിമ്പിളാണോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണോ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ? ഇതിൽ നിന്നാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ പറയണം. സാറേ ഞങ്ങൾ എഴുതാൻ നോക്കി പറ്റുന്നില്ല. ഞാൻ 1 സെക്കൻഡ് ഞാൻ നിർത്തുകയാണ്, നിങ്ങൾ ഉത്തരം അവിടെ എഴുതാൻ നോക്കുക. ദ ബി സ്റ്റങ് ഹിം, അതിൻ്റെ പാസീവ് വോയിസ് എഴുതാൻ. രാമ പ്ലേസ് ക്രിക്കറ്റ്,
ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ രാമ, ആ രൂപത്തിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. ദ ബീ സ്റ്റങ് ഹിം, അതിൻ്റെ ടാഗ് ക്വസ്റ്റ്യനാണ്. ടാഗ് ക്വസ്റ്റ്യൻ എഴുതാനാണ്. രാമ വർക്ക്സ് ഇൻ എ ഫാക്ടറി, ഡസൻറ്റ് ഹി. രാമ വർക്ക്ഡ് ഇൻ എ ഫാക്ടറി, ഡിഡിൻറ്റ് ഹി. ദേ വർക്ക് ഇൻ എ ഫാക്ടറി, ഡോണ്ട് ദേ. ഇങ്ങനെ എഴുതുന്ന ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാമോ? ഹീ ഷോട്ട് ആൻ ആരോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയാം എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഉയർന്ന നിലവാരത്തിലേക്ക് പോയി ക്ലാസ്സുകൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉത്തരം എഴുതാൻ പോവുകയാണ്. ഞാൻ ഇതിൻ്റെ ഉത്തരം എഴുതുമ്പോഴത്തേക്ക് ദ ബി സ്റ്റങ് ഞാൻ ഇതിൻ്റെ അടിയിൽ പരീക്ഷാ ഹാളിലിരുന്ന് വരച്ചു. അപ്പോൾ സ്റ്റങ് എന്ന് പറയുന്നത് STING, സ്റ്റിങ്, കുത്തുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റങ്. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു ചക്രവാണി സാറ് പറഞ്ഞതുപോലെ ഇത് ആദ്യം മുതൽ തന്നെ തുടങ്ങണം. ഇപ്പോൾ ദ ബി സ്റ്റങ് ഹിം, ഇവിടെ ഇതിൻ്റെ ഓബ്ജക്റ്റ് ഹിമ്മാണ്. ആ ഓബ്ജക്റ്റിൻ്റെ പ്രോനൗൺ നമ്മൾ എഴുതി ഹി എന്ന് എഴുതി, ഹി. അപ്പോൾ നമുക്ക് ദ ബിയുടെ സ്ഥാനത്ത് ഹിയെ കൊണ്ടുവരണം. അപ്പോൾ ഉത്തരം ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഹി വാസ് സ്റ്റങ് ബൈ ദ ബി. ഹി വാസ് സ്റ്റങ്. അപ്പോൾ ഈ വോസ് എവിടെ നിന്ന് കിട്ടി? ഈ വോസ് കിട്ടിയത് സ്റ്റിങ്, സ്റ്റങ്, സ്റ്റങ്. അപ്പോൾ സ്റ്റങ് രണ്ടാമത്തെ വരിയാണ്, പാസ്റ്റ് സിമ്പിളാണ്. പാസ്റ്റ് സിമ്പിൾ എഴുതുമ്പോൾ നമ്മൾ വോസ് വെയർ എഴുതും. ഈ സ്റ്റങ് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഡിഡ് അധികം സ്റ്റിങ് ആണ്. ഇതറിയാമെങ്കിൽ മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് വോയിസ് ഹി വാസ് സ്റ്റങ് ബൈ ദ ബി ആണ് അതിൻ്റെ ഉത്തരം. ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് അധിക പ്രസംഗമാണ്. രണ്ടാമത്തത് ദ ബി സ്റ്റങ് ഹിം. ഈ സ്റ്റങ് എന്ന് പറയുന്ന വാക്കുണ്ടായിരിക്കുന്നത് ഡിഡ് അധികം സ്റ്റിങ് ആണ്, STING. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ഡിഡിൻറ്റ് ഇറ്റ് ആണ്. ഡിഡിൻറ്റ് ഇറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരി, ഡിഡിൻറ്റ് ഇറ്റ്. മൂന്നാമത്തത് ഹീ ഷോട്ട് ആൻ ആരോ. ഹീ ഷോട്ട് ആൻ ആരോ, ഇത് ഏത് തരം വാക്യമാണ്? പ്രസൻറ്റ് സിമ്പിളാണോ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ, പ്രസൻറ്റ് പെർഫെക്റ്റ് ആണോ? അപ്പോൾ ഹീ ഷോട്ട് ആൻ ആരോ എന്ന് പറയുന്നത് പാസ്റ്റ് സിമ്പിളാണ്. ഷൂട്ട്, ഷോട്ട്. അപ്പോൾ ഇത് വെർബിൻ്റെ രണ്ടാമത്തെ വരി. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാസ്റ്റ് സിമ്പിൾ. ഈ ഷോട്ട് എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത് ഡിഡ് അധികം ഷൂട്ടാണ്, ഡിഡ് അധികം ഷൂട്ട്. അതുകൊണ്ട് ഹീ ഷോട്ട് ആൻ ആരോയുടെ ടാഗ് ക്വസ്റ്റ്യൻ ഡിഡിൻറ്റ് ഹി ആണ്. ഡിഡിൻറ്റ് ഹി. അടുത്തത് ഹീ ഷോട്ട് ആൻ ആരോ, അതിൻ്റെ പാസീവ് വോയിസ്. ഈ ഷോട്ട്, ഷൂട്ട്, ഷോട്ട് രണ്ടാമത്തെ വരി. അപ്പോൾ വോസ് വെയർ ഇതിനകത്ത് നമുക്ക് പിന്നീട് സങ്കല്പിക്കാം. ഇനി ആൻ ആരോയെ ആദ്യം കൂട്ടും. ആൻ ആരോ വാസ് ഷോട്ട് ബൈ ഹിം. ആൻ ആരോ വാസ് ഷോട്ട് ബൈ ഹിം. നിങ്ങൾക്ക് എങ്ങനെയാണോ കിട്ടിയത്? ആൻ ആരോ വോസ് എവിടെ നിന്ന് കിട്ടി? ആ വോസ് എവിടെ നിന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഷൂട്ട്, ഷോട്ട് എന്ന് മനസ്സിലാക്കണം. എന്നാലും എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല എത്ര വിദ്യാഭ്യാസമുള്ളവർക്കും. അതേപോലെ ദ ഷിപ്പ് സാങ് മുങ്ങി എന്നാണ് അർത്ഥം. സിങ്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സാങ്. ദ ഷിപ്പ് സാങ്, ഡിഡ് അധികം സിങ്ക് ആണ്. അതുകൊണ്ട് ഡിഡിൻറ്റ് ഇറ്റ് ആണ് ഇതിൻ്റെ ഉത്തരം. ഡിഡിൻറ്റ് ഇറ്റ് ആണ് ഇതിൻ്റെ ഉത്തരം. ഇത്രയും ഈ ബോർഡിൽ എഴുതിയത് നിങ്ങൾക്ക് അറിയാമോ നോക്കൂ. നിങ്ങൾക്ക് ഒരു പക്ഷേ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനിതിൻ്റെ തുടക്കം മുതൽ പറയാൻ പോവുകയാണ്. സംശയം വേണ്ട, ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കും. എൻ്റെ ഈ ക്ലാസ്സിലിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശരിയായെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ പറയണം, ഇല്ല സാറേ ഞങ്ങൾക്ക് അതിലൊരു സംശയം ഉണ്ടായിരുന്നു, സാറ് അത് ഒന്നുകൂടെ വിവരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ എനിക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ബോർഡിലേക്ക് വരിക. അപ്പോൾ 2026 സർക്കാർ ജോലി, ഇംഗ്ലീഷ് 2026 ആദ്യത്തെ ക്ലാസ്സാണ്, ഇംഗ്ലീഷ് 2026. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ 10-15 വെർബുകളും അതിൻ്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും പറഞ്ഞു തരാൻ പോവുകയാണ്. ഒന്ന് STING, സ്റ്റിങ്, കുത്തുക. പാസ്റ്റ് ടെൻസ് STUNG, സ്റ്റങ്.
STUNG, സ്റ്റങ്. സ്റ്റിങ്, സ്റ്റങ്, സ്റ്റങ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, STINGS, സ്റ്റിങ്സ്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റിങ് ആണെങ്കിൽ ഡു അധികം സ്റ്റിങ്, സ്റ്റിങ്സ് ഡസ് അധികം സ്റ്റിങ്, സ്റ്റങ് ഡിഡ് അധികം സ്റ്റിങ്, ഡിഡ് അധികം സ്റ്റിങ്. ഇത് അറിഞ്ഞിരിക്കുക തന്നെ വേണം, ഒരു തർക്കവും വേണ്ട. അപ്പം ഇത് സ്റ്റിങ് കുത്തുന്നു, സ്റ്റങ് കുത്തി, ഈച്ചകളുടെയൊക്കെ കുത്ത്. അപ്പോൾ സ്റ്റിങ്, സ്റ്റങ്, സ്റ്റങ് എല്ലാവർക്കും മനസ്സിലായി കാണും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ആദ്യത്തെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി അടുത്ത മറ്റൊരു വെർബിലേക്ക് കിടക്കുകയാണ്. ഇത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾ മിനിമം ഒരു 500 എണ്ണം പഠിക്കണം. 500 എണ്ണം എഴുതി നോക്കണം, ഒരു ബുക്കിൽ ചുമ്മാ എഴുതി നോക്കണം. അടുത്തത് 2 സ്പ്ലിറ്റ്, SPLIT, സ്പ്ലിറ്റ്. സ്പ്ലിറ്റ് പിളർക്കുക, പിളർക്കുക, കീറുക, സ്പ്ലിറ്റ് ചെയ്യുക. ഈ സ്പ്ലിറ്റ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് SPLIT തന്നെ, സ്പ്ലിറ്റ്, SPLIT, സ്പ്ലിറ്റ്. ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് വൻ പ്രശ്നമുണ്ട്. അപ്പോൾ ഹീ, SPLIT, ഇത് പ്രസന്റ് ടെൻസ് ആണോ പാസ്റ്റ് ടെൻസ് ആണോ? ഇത് പാസ്റ്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ ഇവിടെ എസ് കൂടെ ചേർന്നാലേ പ്രസന്റ് ടെൻസ് ആവുള്ളൂ. ഹീ സ്പ്ലിറ്റ്സ്, അത് പ്രസന്റ് സിമ്പിൾ. അതേസമയം എസ് ഇല്ലെങ്കിൽ ഹീ സ്പ്ലിറ്റ്, ഇത് പാസ്റ്റ് ടെൻസ്. ഇതിനകത്താണ് ഡിഡുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ സ്പ്ലിറ്റിൻ്റെ 3 രൂപം പറയൂ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്സ്. വേറെ ഒരെണ്ണം പറയുകയാണ്, നോക്കിക്കോളൂ. ഷൂട്ട്, വെടിവെക്കുക. ഷൂട്ട്, SHOT, ഷോട്ട്, SHOT, ഷോട്ട്. നിങ്ങൾക്ക് അറിയാമോ SHOT? ഷൂട്ട്, വെടിവെക്കുക. ഷൂട്ട്, ഷോട്ട്, ഷോട്ട്. സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്. ഇത് പറഞ്ഞ് പഠിക്കുക തന്നെ വേണം. അടുത്തതിലേക്ക് വരാൻ പോവുകയാണ്. അടുത്തത്, ഇത് ആദ്യത്തെ വരി പ്രസന്റ് ടെൻസ്, രണ്ടാമത്തെ പാസ്റ്റ് ടെൻസ്, മൂന്നാമത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഗോ, വെന്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ എന്ന് പറഞ്ഞതുപോലെ. അടുത്തത് STRIKE, സ്ട്രൈക്ക്. സ്ട്രൈക്ക്, സമരം ചെയ്യുക, അടിക്കുക, സ്ട്രൈക്ക്. സ്ട്രൈക്ക് പാസ്റ്റ് ടെൻസ് പറയണോ? STRUCK, സ്ട്രക്ക്. STRUCK, സ്ട്രക്ക്. സ്ട്രൈക്ക്, സ്ട്രക്ക്, സ്ട്രക്ക്. ഇവിടെ പിന്നെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അടുത്തത് സ്ട്രിക്കൺ എന്ന് പറയാറുണ്ട്. സ്ട്രിക്കൺ, മൂന്നാമത്തെ വരിക്ക് സ്ട്രിക്കൺ എന്ന് പറയാറുണ്ട്. അത് പോട്ടെ. അടുത്തത് ഇതൊരു പ്രശ്നക്കാരൻ വാക്കാണ്. LOSE എങ്ങനെ ഉച്ചരിക്കും പറയും? LOSE ഇങ്ങനെ തന്നെ ഉച്ചരിക്കണം. ലൂസ്, ഞാൻ മലയാളത്തിൽ കൂടെ എഴുതാണ്. ലൂസ്, നഷ്ടപ്പെടുക. ലോസ്റ്റ്, ലോസ്റ്റ്. ലൂസ്, നഷ്ടപ്പെടുക. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ലൂസ്, നഷ്ടപ്പെടുക. അത് അപ്പോൾ ലൂസിന് ലൂസസ് ഒന്നുകൂടി ഉണ്ട്. ഈ ആദ്യത്തെ വരിക്കെല്ലാം ഒരെണ്ണം കൂടിയുണ്ട്. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഡിഡ് അധികം ലൂസാണ് ലോസ്റ്റായി മാറിയത്. ഈ ലോസ്റ്റ് എങ്ങനെ കിട്ടി? ഡിഡ് അധികം ലൂസ്, ഇത് രണ്ടും കൂടെ ഒന്നായതാണ് ലോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഡിഡ് ഉണ്ട്. അപ്പോൾ ലൂസ്, ലോസ്റ്റ്, ലോസ്റ്റ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. ഞാൻ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ഞാൻ മാറ്റങ്ങൾ വരുത്താം. ഇങ്ങോട്ട് നോക്കിക്കോളൂ. എൻ്റെ സുഹൃത്തുക്കൾ ബോർഡിലേക്ക് വരൂ. LOSE, LOSS, LOOSE, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാം. പറയൂ. ലൂസ്, ഇനി ഒരെണ്ണം കൂടെ എഴുതാൻ വേണമെങ്കിൽ ഈ ഇത്രയും കൂടെ വ്യത്യാസം അറിയാൻ നോക്കൂ. എൻ്റെ സുഹൃത്തുക്കളാണല്ലോ അവിടെ ഇരിക്കുന്നത്, അറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇതിന് ഒരെണ്ണം വെർബാണ്. ഇവിടെ ലൂസ്, നഷ്ടപ്പെടുക. ലോസ്റ്റ്, ലോസ്റ്റ്. ഇത് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ലൂസ്, നഷ്ടപ്പെടുക. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഈ ലോസ് എന്ന് പറഞ്ഞ നൗണാണ്. ഇതിൻ്റെ അർത്ഥം നഷ്ടം. ലോസ്, നഷ്ടം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ലോസ്. ലോസ് എന്ന് തന്നെ പഠിക്കണം. LOSS, ലോസ്, നഷ്ടം. ഈ ലൂസ്, അയഞ്ഞ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ടൈറ്റ്. TIGHT, ടൈറ്റ്. ലോസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടു. ലൂസ്, നഷ്ടപ്പെടുക. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ ഒരു വാക്യമാണ് നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കട്ടെ. നിങ്ങളതെങ്ങനെ തിരുത്തുമെന്ന് പറയൂ. എല്ലാവരും ബോർഡിലേക്ക് വരും. ഞാൻ പറയുന്നത് പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്.
ഇത് ആവശ്യമില്ലെങ്കിൽ ആ വിവരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക തന്നെ വേണം. അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് എഴുതണം. നോക്കിക്കോളൂ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെന്നിരിക്കട്ടെ. വെയർ ഡിഡ് ഹി ലോസ്റ്റ് ഹിസ് ബുക്ക്? അവൻ്റെ ബുക്ക് അവനെവിടെ നഷ്ടപ്പെട്ടു? ഈ വാക്യം തെറ്റാണ്, ശരിയാണ്. വെയർ ഡിഡ് ഹി ലോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. വെയർ ഡിഡ് ഹി ലൂസ്? ഈ ലോസ്റ്റിനകത്ത് ഡിഡ് ഉണ്ട്. ഡിഡ് പ്ലസ് ലൂസാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിഡായി, ഇവിടെ ഒരു ഡിഡായി, രണ്ട് ഡിഡായി പോയി ഇതിനകത്ത്. അതുകൊണ്ട് ഇതിൻ്റെ ശരി ഉത്തരം വെയർ ഡിഡ് ഹി ലൂസ് ഹിസ് ബുക്ക്? അവൻ്റെ ബുക്ക് അവൻ എവിടെ നഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് മനസ്സിലായെന്തോ? ഇവിടെ ഈ ലോസ്റ്റിനകത്ത് ഡിഡ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഡിഡ് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വാക്യത്തിൽ രണ്ട് ഡിഡ് വേണ്ട, ഒരു ഡിഡ് മതി. ഇത് നിങ്ങളൊന്ന് ചെറുതായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ലൂസ് അയഞ്ഞ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ടൈറ്റ്. അടുത്തതിലേക്ക് വരാം നമുക്ക്. സിങ് പാടുന്നു. SANG സാങ് പാടി. അടുത്തത് സങ്. സിങ് പാടുന്നു, സാങ് പാടി. സിങ് സാങ് സങ്. ഒരെണ്ണം കൂടിയുണ്ട്, സിങ്സ് പാടുന്നു എന്നുള്ളവർ. സിങ്സ് പാടുന്നു, സാങ് പാടി. ഈ സാങ് ആണ് ഡിഡ് അധികം സിങ്. രണ്ടാമത്തെ വരിക്കകത്താണ് ഡിഡ് ഉള്ളത്. വെറും സിങ് ആണെങ്കിൽ ഡു അധികം സിങ്. സിങ്സ് ഡസ് അധികം സിങ്. ഹി സാങ് എ സോങ്. എ സോങ് വാസ് സങ് ബൈ ഹിം. സിങ് പാടുന്നു, സാങ് പാടി. ഹി സാങ് അവൻ പാടി. അവൻ പാടിയില്ല, ഹി ഡിഡ് നോട്ട് സിങ്. രാമൻ പാടുന്നു, രാമ സിങ്സ്. രാമൻ പാടുന്നില്ല, രാമ ഡസ് നോട്ട് സിങ്. ദേ സിങ് അവർ പാടുന്നു. ദേ ഡു നോട്ട് സിങ് അവർ പാടുന്നില്ല. മനസ്സിലായെന്ന് പറഞ്ഞത്. അപ്പോൾ സിങ് പാടുന്നു, സാങ് പാടി, അതും മനസ്സിലായി. സിങ് സാങ് സങ്. ഇത് ബുക്കിൽ എഴുതി പഠിക്കണം. ഇത് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞില്ല, ആരുടെയും പറയാതിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു കുട്ടിയെ ഇത് പഠിപ്പിക്കുക. ഒരു 10-200 എണ്ണം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉയരും. വാക്കുകൾ അറിഞ്ഞിടാത്തോണ്ടല്ലേ നമ്മൾ ഇംഗ്ലീഷ് പറയാത്തത്. നമുക്ക് വാക്കുകൾ അറിഞ്ഞിരിക്കണം. അടുത്തത് SINK. സിങ് എന്ന് പറഞ്ഞാൽ മുങ്ങുക, സിങ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് അതുപോലെ തന്നെ സങ്, SUNK സങ്. സങ് മുങ്ങി. അടുത്തതിലേക്ക് വരികയാണ്. BAT ബീറ്റ് അടിക്കുക. BAT ഇതിൻ്റെ ഉച്ചാരണം ബെറ്റ്. ബീറ്റ് അടിക്കുക, ബെറ്റ് അടിച്ചു. ബീറ്റ് പരാജയപ്പെടുത്തുക, ബെറ്റ് പരാജയപ്പെടുത്തി. ബീറ്റ് ബെറ്റ് ബീറ്റൺ. BEATN ബീറ്റൺ. ബീറ്റ് ബെറ്റ് ബീറ്റൺ. ബീറ്റ് ഒരു രൂപം കൂടെ ഉണ്ട്, BATS ബീറ്റ്സ്. ആദ്യത്തെ വരിക്കും 2 എണ്ണം ഉണ്ടല്ലോ. ദേ ബീറ്റ്സ്, ഹി ബീറ്റ്സ്. ബെറ്റ് പരാജയപ്പെടുത്തി അല്ലെങ്കിൽ അടിച്ചു എന്നർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ ബീറ്റ് ബെറ്റ് ബീറ്റൺ, ബീറ്റ് ബെറ്റ് ബീറ്റൺ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചുകൊണ്ടേ നടക്കണം. ഒരു 1-2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് മണിയായിട്ട് മനസ്സിലാവും. അടുത്തതിലേക്ക് വരാം. അടുത്തത് BLOW ബ്ലോ വീശുക. BLEW ബ്ലൂ ബ്ലോൺ. BLOWN ബ്ലോൺ. ബ്ലോ വീശുക, ബ്ലൂ വീശി. അടിക്കുക, ബ്ലോ അടിക്കുക, അടിച്ചു എന്ന് പറയാം. ബ്ലോ ബ്ലൂ ബ്ലോൺ. അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് BURST ബേസ്റ്റ്. ബേസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൊട്ടിത്തെറിക്കുക, പൊട്ടിക്കരയുക. അതാണ് ബേസ്റ്റ്. ബേസ്റ്റ് ഇൻറ്റു ടീയേഴ്സ്, പൊട്ടിക്കരയുക, ബേസ്റ്റ്. പാസ്റ്റ് ടെൻസ് BURST ബേസ്റ്റ്. BURST ബേസ്റ്റ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഒരെണ്ണം കൂടെ BURSTS ബേസ്റ്റ്. ബേസ്റ്റ് 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 തന്നെ. പുട്ട് 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 തന്നെ. കട്ട് 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 തന്നെ. ഹർട്ട് HURT ഹർട്ട് 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 തന്നെ. ഹിറ്റ് 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 തന്നെ. എന്താ മനസ്സിലാവാത്തത്? പഠിക്കണോ? ബേസ്റ്റ്. അടുത്തത് ഡിഗ്. ഡിഗ് കുഴിക്കുക. DUG ഡഗ് കുഴിച്ചു. ഡഗ്. ഡിഗ് കുഴിക്കുക, ഡഗ് കുഴിച്ചു. ബ്ലോ ബ്ലൂ ബ്ലോൺ. ബേസ്റ്റ് ബേസ്റ്റ് ബേസ്റ്റ്. സിങ് സാങ് സങ്. ആമേ കറക്റ്റ്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അടുത്തത് ഫൈൻഡ്. ഒരു ബുക്കിൽ ഇത് എഴുതി വെക്കണം. ഫൈൻഡ് കാണുക, കണ്ടു. FOUND ഫൗണ്ട്.
ഫൗണ്ട്, FOUND, ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. ഫൈൻഡ് കാണുക, ഫൗണ്ട് കണ്ടു. ഐ ഫൗണ്ട് ഞാൻ കണ്ടു, ഐ ഫൈൻഡ് ഞാൻ കാണുന്നു, ഷീ ഫൈൻഡ്സ് അവൾ കാണുന്നു. ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്. അടുത്തത് ഗ്രാൻഡ്, അനുവദിക്കുക. ഗ്രാൻഡ് അനുവദിക്കുക. പാസ്റ്റ് ടെൻസ് ഗ്രാൻഡഡ്, അനുവദിച്ചു. ഗ്രാൻഡഡ്, അനുവദിച്ചു. ഗ്രാൻഡഡ്, അനുവദിച്ചു. അതേസമയം വേറൊരു ഗ്രാൻഡ് ഉണ്ട്, GRAND, ഗ്രാൻഡ്. ഈ ഗ്രാൻഡ് മഹത്തായ, ഇതിന് പാസ്റ്റ് ടെൻസ് ഇല്ല, ഇത് അഡ്ജക്റ്റീവാണ്. അണ്ടേ, ഗ്രാൻഡ് മദർ. ഈ മദറിനെ വിശേഷിപ്പിക്കുകയാണ് ഗ്രാൻഡ്, അതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവാണ്. ഗ്രാൻഡ്സ്, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് പാർട്ടി, ഗ്രാൻഡ് ഫാദർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് പാസ്റ്റ് ടെൻസ് ഇല്ല, ഇത് അഡ്ജക്റ്റീവാണ്, അതിന് പാസ്റ്റ് ടെൻസ് ഇല്ല. അഡ്ജക്റ്റീവ്, മലയാളം നാമവിശേഷണം, അഡ്ജക്റ്റീവ്. അടുത്തതിലേക്ക് വരികയാണ്. അടുത്തത് DRAW, ഡ്രാ, വരയ്ക്കുക. DRAW, ഡ്രൂ, വരച്ചു. DRAWN, ഡ്രാൺ. ഡ്രാ, ഡ്രൂ, ഡ്രാൺ. അടുത്ത ഒരെണ്ണം കൂടെ എഴുതി നമുക്ക് അവസാനിപ്പിച്ച് കളയാം. ഷെയ്ക്ക്, കുലുക്കുക. ഷെയ്ക്ക്, ഇളക്കുക എന്നുള്ള അർത്ഥം. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ഷൂക്ക്, ഷൂക്ക്. ഷേക്കൺ, SHAKEN, ഷൂക്ക്. ഷേക്ക്, ഷൂക്ക്, ഷേക്കൺ. ഷൂക്ക്, ഷേക്ക്, ഷൂക്ക്, ഷേക്കൺ, ഷേക്കൺ. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എളുപ്പമായിരിക്കും. ഇനി PSC ചോദിക്കുന്ന ഒരു മാർക്കിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇത്രയും നിങ്ങൾ ആമുഖമായി പഠിച്ചു വെച്ചേക്കുക. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ നിങ്ങൾ നേരത്തെയൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഗോ, വെന്റ്, ഗോൺ, റൈറ്റ്, റോട്ട്, റിട്ടേൺ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ്, ഓസ്, ബീൻ, ആർ, വേർ, ബീൻ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ഒരു മാർക്കിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. നിങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ ഇഫ് യു ഇൻവൈറ്റ് മീ ഡാഷ്. അടുത്തത് ഇഫ് യു ഇൻവൈറ്റഡ് മീ ഡാഷ്. If you had invited me dash. കണ്ടീഷൻ ക്ലാസ് ആണ്, ഇത് പൂരിപ്പിക്കണം. ഇതേ ഒന്നോ രണ്ടോ എണ്ണം ഇത് കറക്റ്റ് നോക്കി വയ്ക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസുകൾ ഏത് ചോദിച്ചാലും ഇതിൽ എവിടെ വരുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇഫ് യു ഇൻവൈറ്റ് മീ, നിങ്ങൾ എന്നെ ക്ഷണിക്കുകയാണെങ്കിൽ ഐ വിൽ കം. കണ്ട, ഐ വിൽ കം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഇൻവൈറ്റും ബില്ലും കൂടെ ചേർത്തു. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം, നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ വരും. ഇൻവൈറ്റഡ്, ഇൻവൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇൻവൈറ്റഡ്. ഇൻവൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇൻവൈറ്റഡ്. അപ്പോൾ ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം. ഐ വുഡ് കം. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ മോഡൽ ഓക്സിലറി വെർബാണ് ക്യാൻ, കുഡ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മേ, മൈറ്റ്, മസ്റ്റ്. ഇവയ്ക്കൊക്കെ ശേഷം പ്രസന്റ് ടെൻസ് ചേർക്കുള്ളൂ. വുഡ് കം എന്നേ പറയുള്ളൂ, വുഡ് കെയിം എന്ന് പറയില്ല. വുഡ് പ്ലേഡ് എന്ന് പറയില്ല, വുഡ് പ്ലേ എന്നേ പറയുള്ളൂ. മനസ്സിലായെന്തോ? ഷാൾ കം എന്നേ പറയുള്ളൂ, ഷാൾ കെയിം എന്ന് പറയില്ല. ഷുഡ് ഗോ എന്നേ പറയുള്ളൂ, ഷുഡ് വെന്റ് എന്ന് പറയില്ല. അപ്പോൾ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം പ്രസന്റ് ടെൻസേ ചേർക്കുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഇൻവൈറ്റഡിൻ്റെ അവിടെ നിന്ന് അരോ വരച്ച് ഈ വുഡിൻ്റെ അവിടെ കൊണ്ട് ചേർക്കുക. ഹാഡ് ഇൻവൈറ്റഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇൻവൈറ്റഡ് മീ, നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് കം. ഐ വുഡ് ഹാവ് കം. COME കം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ട് കൊടുക്കുക, ഇങ്ങനെ കൊണ്ട് കൊടുക്കുക. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് ഐ വുഡ് ഹാവ് കം. ഇത് ഇങ്ങനെ റെക്റ്റാങ്കിളിലിട്ട് പഠിക്കാനിരിക്കുന്ന ചുവരിൻ്റെ അവിടെ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുക. ഇത് ഇപ്പോൾ ഇൻവൈറ്റഡിന് പകരം സെർച്ചാണെന്ന് വരട്ടെ, ഏതോ ആയിക്കോട്ടെ. പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോഴത്തേക്ക് ഇത് ഏത് വരിയപ്പെടുന്ന സെൻറ്റൻസ് ആണെന്ന് നോക്കണം. ഇഫ് യു ഇൻവൈറ്റ് മീ ഐ വിൽ കം.
ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ വുഡ് കം. ഇൻവൈറ്റഡ് പാസ്റ്റ് ടെൻസ്, ഇവിടെയും പാസ്റ്റ് ടെൻസ് വുഡ് കം. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് പെർഫെക്റ്റ്, നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നേനെ, ഐ വുഡ് ഹാവ് കം. മനസ്സിലാക്കി വെച്ചേക്കുക. ഇതേപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഞാൻ അടിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരും. ഇതേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പറയണം, ചക്രവാളി സാറേ യു പ്ലീസ് സ്റ്റോപ്പ്, ഇതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് സാർ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, സാറ് പുതിയ പുതിയ കാര്യങ്ങൾ പറയുക. അപ്പം ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പറയും. നിങ്ങളാണ് എന്നെ നയിക്കാനുള്ളത്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇങ്ങോട്ട് നോക്കൂ, എല്ലാവരും ബോർഡിലേക്ക് വരൂ. ഇഫ് യു സേവ് മണി, നിങ്ങൾ പണം സമ്പാദിക്കുകയാണെങ്കിൽ ഡാഷ്. ഇഫ് കണ്ടീഷണൽ ക്ലാസ് ആണ്. ഇഫ് യു സേവ് മണി യു ക്യാൻ ബൈ എ കാർ. കണ്ട, സേവ് ബൈ. ഇഫ് യു ഇൻവൈറ്റ് ഐ വിൽ കം. അതുപോലെയാണ് ഇഫ് യു സേവ് മണി യു ക്യാൻ ബൈ എ കാർ. ബൈ വാങ്ങുക, ബൈ. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് എഴുതാൻ പോവുകയാണ്. ഇഫ് യു പറയണോ, സേവിൻ്റെ പാസ്റ്റ് ടെൻസ് പറയൂ വിനീത്. ഇഫ് യു സേവ്ഡ്, അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയി. അപ്പോൾ ഇവിടെയും പാസ്റ്റ് ടെൻസ് ആവും. ഇഫ് യു സേവ്ഡ് മണി യു കുഡ് ബൈ എ കാർ. അപ്പോൾ ഏത് ഇങ്ങനെ പഠിച്ചു. അപ്പോൾ ഇഫ് യു സേവ് മണി യു കുഡ് ബൈ എ കാർ. അപ്പോൾ സേവ്ഡ് കുഡ് എഴുതി. നേരത്തെ ഇൻവൈറ്റഡിന് വുഡ് എഴുതി. നേരത്തെ ഇൻവൈറ്റിന് ഇവിടെ വിൽ എഴുതി, അതിന് പകരം ക്യാൻ എഴുതി. അടുത്തത് ഇഫ് യു ഹാഡ് സേവ്ഡ് SAVED സേവ്ഡ്. ഏത് ഇഫ് യു ഹാഡ് സേവ്ഡ് ഏത് വരിക്ക് തുല്യം? ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, ഒരു മാർക്ക് നിങ്ങളെ കയ്യിലിരിക്കും. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ്, രണ്ടാമത്തേൽ നേരത്തെ എഴുതിയത് ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. ഇഫ് യു ഹാഡ് സേവ്ഡ് മണി യു കുഡ് ഹാവ് ബോട്ട് എ കാർ. അപ്പോൾ നേരത്തെ എഴുതിയത് ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. ആ കം എന്ന് പറയുന്നതുണ്ടല്ലോ, കം കെയും കം, ആ മൂന്നാമത്തെ വരിയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ ഇഫ് യു ഹാഡ് സേവ്ഡ് മണി യു കുഡ് ഹാവ് ബോട്ട് എ കാർ. നിങ്ങൾക്കൊരു കാർ വാങ്ങാൻ കഴിയുമായിരുന്നേനെ. ഇതും റെക്റ്റാങ്കിളിലിട്ട് ചുവരിലൊട്ടിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് രീതിയിലുള്ള വാക്യം ചോദിച്ചാലും ഇത് ഏത് വരിയിലാണ് വരുന്നത്? ഇഫ് യു സേവ് മണി യു ക്യാൻ ബൈ എ കാർ. ഇഫ് യു സേവ്ഡ് മണി യു കുഡ് ബൈ എ കാർ. ഇഫ് യു ഹാഡ് സേവ്ഡ് മണി യു കുഡ് ഹാവ് ബോട്ട് എ കാർ. ഇതേതാണ് ഇതിന് തുല്യം? ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ ഐ വുഡ് ഹാവ് കം. ആ കം എവിടെ നിന്ന് കിട്ടി? കം കെയും കം, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ബൈ ബോട്ട് ഇങ്ങനെയാണ്. ബൈ വാങ്ങുക, BOUGHT ബോട്ട്സ്. ബൈ ബോട്ട് ആ മൂന്നാമത്തെ വരിയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഇത് ചോറിലൊട്ടിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ പ്രാവശ്യം LD ടൈപ്പിസ്റ്റിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. LD ടൈപ്പിസ്റ്റ്, എല്ലാവരും ബോർഡിലേക്ക് വരിക. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടീഷണൽ ക്ലാസ്സാണ് ഇവിടെ പറഞ്ഞത്. കണ്ടീഷണൽ ക്ലാസ്സിൻ്റെ 1-2 മോഡൽ പഠിച്ചു വെച്ചാൽ 1 മാർക്ക് PSC പരീക്ഷയ്ക്ക് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് എഴുതാം. ഇല്ല, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാർ, അതുകൊണ്ട് ഇതിന് വേണ്ട, വേറെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതും റെഡിയാണ്. ഞാൻ എന്തിനു റെഡിയാണ്? 2026 നമുക്ക് ജയിച്ച് നിങ്ങൾ എനിക്ക് റിസൾട്ട് തരണം. റിസൾട്ട് തന്നിരിക്കണം. 10,000 കണക്കിന് രൂപ കൊടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് അതൊന്നും കൊടുക്കാനില്ലാത്ത നിങ്ങൾ പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കി തരണം. അങ്ങനെ ഇല്ലാത്തവരുടെ ഒരു മുന്നണി നമുക്ക് രൂപീകരിക്കണം. ഈ ക്വസ്റ്റ്യൻ ഷീ USUALLY യൂഷ്വലി
wears sari, but now she dash is wearing, was wearing, ഇതിലൊരെണ്ണം ശരി. ഷീ യൂഷ്വലി വെയേഴ്സ് സാരി, സാധാരണഗതിയിൽ അവൾ ധരിക്കുന്നത് സാരിയാണ്. ബട്ട് നൗ ഇപ്പോൾ നൗ വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇപ്പം നടക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. നൗ ഐ ആം ടോക്കിംഗ്, നൗ യു ആർ റൈറ്റിംഗ്, നൗ യു ആർ ലിസണിങ്. നൗ വരുമ്പോഴത്തേക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സൂചനയായി. നൗ ഇപ്പോൾ അതെ, നൗ ഐ ആം വാക്കിംഗ്, നൗ ഐ ആം ടീച്ചിങ്. മനസ്സിലായെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഷീ യൂഷ്വലി വെയേഴ്സ് സാരി, യൂഷ്വലി പതിവായി, ആഡ്വർബാണ്, എർബിനെ വിശേഷിപ്പിക്കുന്നു. വെയേഴ്സ് എപ്പോൾ? പതിവായി ധരിക്കുന്നു. അപ്പോൾ ഷീ യൂഷ്വലി വെയേഴ്സ് സാരി, അവൾ സാധാരണയായി സാരിയാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ ധരിച്ചിരിക്കുന്നത് പാൻറ്റാണ്. ബട്ട് നൗ ഷീ ഈസ് വെയറിങ് പാൻറ്റ്, അല്ലെങ്കിൽ ചുരിദാർ, എന്തോ ആയിക്കോട്ടെ, പാൻറ്റ് ഓർ ചുരിദാർ, പാൻറ്റ്സ്. മനസ്സിലായെന്ന് നോക്കൂ. അപ്പോൾ ഉത്തരം ഇതാണ്. ഇനി ഇതിൽ നിന്നാണ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. എല്ലാവരും ബോർഡിലേക്ക് വരൂ. ബോർഡിലേക്ക് വന്നോ? യൂഷ്വലി സ്ഥിരതയെ കാണിക്കുകയാണ്. യൂഷ്വലി വന്നുകൊണ്ടാണ് ഷീ യൂഷ്വലി പ്ലേസ്, ഷീ യൂഷ്വലി ഗോസ്. ആ യൂഷ്വലി വന്നപ്പോൾ മനസ്സിലായി അത് പ്രസൻറ്റ് സിമ്പിളിൻ്റെ സൂചനയാണ്. നേടെ നോക്കിക്കോളൂ. USUALLY, യൂഷ്വലി, ആൾവേസ്, ഇതൊക്കെ ആഡ്വർബാണ്. ജനറലി എഴുതിയെടുക്കണോ? ജനറലി, ഓഫൺ, എവരി മോർണിംഗ്, എവരി ഈവനിങ്. ഇതെല്ലാം പ്രസൻറ്റ് സിമ്പിളിൻ്റെ സൂചനയാണ്. പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്നതിന് ഉദാഹരണമാണ്, നോക്കൂ, ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ്, പ്ലേ അല്ലെങ്കിൽ പ്ലേസ്. ഞാൻ പെട്ടെന്ന് മനസ്സിലാവാനാണ് ഇങ്ങനെ പറഞ്ഞത്. പ്ലേ അല്ലെങ്കിൽ പ്ലേസ്, ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ്. ഇപ്പോൾ യൂഷ്വലി പതിവായി, ആൾവേസ്, ജനറലി, ഓഫൺ, എവരി മോർണിംഗ്, എവരി ഈവനിങ്, MORNING എല്ലാം ഓർമ്മിച്ചോളണം. എവരി മോർണിംഗ്, എവരി ഈവനിങ്, എവരി സമ്മർ, എവരി വെക്കേഷൻ. സ്ഥിരതയെ കാണിക്കുക. ഇവിടെ ഇതെല്ലാം ആഡ്വർബാണെന്ന് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കണം. ആഡ്വർബാണ്, ക്രിയാവിശേഷണമാണ്. ഇത് ഈ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസിയെ കാണിക്കുകയാണ്, ആവൃത്തി. എല്ലാ ദിവസവും എപ്പോഴും അത് ഫ്രീക്വൻസിയെ കാണിക്കുകയാണ്. ഫ്രീക്വൻറ്റിൻ്റെ സ്പെല്ലിംഗ് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. FREQUENT, ഫ്രീക്വൻറ്റ്, തുടർച്ചയായിട്ട്. ഫ്രീക്വൻറ്റിന് FREQUENT, ഫ്രീക്വൻറ്റ്. ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞുതരാം. ഇത് കണ്ടാലോടെ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് പ്രസൻറ്റ് സിമ്പിളിൻ്റെ സൂചനയാണ്. ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ്, പ്ലേ അല്ലെങ്കിൽ പ്ലേസ്, കം അല്ലെങ്കിൽ കംസ്. ഈ വാക്കുകൾ ഏതെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ വർക്ക് അല്ലെങ്കിൽ വർക്ക്സ്, പ്ലേ അല്ലെങ്കിൽ പ്ലേസ്, കം അല്ലെങ്കിൽ കംസ്, ഗോ അല്ലെങ്കിൽ ഗോസ് ആയിരിക്കും. അതിന് 1-2 ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ആയിപ്പോണോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞുതരാം. എനിക്കറിയാമെന്നുള്ളത് പോലെ. എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുള്ളതുകൊണ്ട് ഇത് പറഞ്ഞുതരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അടുത്തതിലേക്ക് വരാം. നോക്കിക്കോളൂ. ഇവിടെ വരൂ. ഹി യൂഷ്വലി പതിവായി, യൂഷ്വലി ഡ്രിങ്ക്സ് കോഫി. ഞാൻ നോക്കൂ. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നുകിൽ ഡ്രിങ്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് തന്നെ വരും. ഇവിടെ ഹി ആയതുകൊണ്ടാണ് ഏത് വന്നത്? ഡ്രിങ്ക്സ്. ഹി യൂഷ്വലി ഡ്രിങ്ക്സ് ടീ. അപ്പോൾ ഇവിടെ മെയിൻ വെർബിൻ്റെ മുമ്പെയാണ് ഈ ആഡ്വർബ് ചേർത്തിരിക്കുന്നത്. ഹി യൂഷ്വലി ഡ്രിങ്ക്സ്. ഹി ഡ്രിങ്ക്സ് യൂഷ്വലി എന്ന് പറയില്ല. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞവിടെ തന്നെ യൂഷ്വലി. ഹി യൂഷ്വലി ഡ്രിങ്ക്സ് കോഫി. അയാൾ സ്ഥിരമായി കോഫി കുടിക്കുന്നു. ഹി യൂഷ്വലി കംസ് ലേറ്റ്. അയാൾ സ്ഥിരമായി താമസിച്ചു വരുന്നു. അപ്പോൾ യൂഷ്വലി, ആൾവേസ്, ജനറലി, ഫ്രീക്വൻ്റ്ലി, ഓഫൺ, എവരി മോർണിംഗ്, എവരി ഈവനിങ്, എവരി സമ്മർ, എവരി വെക്കേഷൻ.
ഇതെല്ലാം ഫ്രീക്വൻസിയെ കാണിക്കുകയാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ പൊതുസത്യങ്ങളെ സൂചിപ്പിക്കാൻ, സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പ്രസൻറ്റ് സിമ്പിൾ ഉപയോഗിക്കണം. ഡ്രിങ്ക് അല്ലെങ്കിൽ ഡ്രിങ്ക്സ്, പ്ലേ അല്ലെങ്കിൽ പ്ലേസ്, കം അല്ലെങ്കിൽ കംസ്, ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ് ഉപയോഗിക്കണം. ഇനി 2 വാക്യം ഞാൻ തരാം. ഇപ്പം നിങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങളാണ് എൻ്റെ കുട്ടികൾ, സംശയം വേണ്ട. എല്ലാവരും ബോർഡിലേക്ക് വരൂ. യെസ്, ഇങ്ങോട്ട് നോക്കൂ. They are going to a school every morning. They are going to school every morning. ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. ഇനി എങ്ങനെ തിരുത്താം? ഇവിടെ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ആ പരീക്ഷാ ഹാളിലിരുന്ന് എവരി മോർണിംഗിൻ്റെ അടിയിൽ വരയിട്ടിട്ട് ഒന്നുകിൽ ഗോ അല്ലെങ്കിൽ ഗോസേ വരുള്ളൂ. തീർച്ചയായും എനിക്ക് ഇവിടെ നിന്നാണ് ഉത്തരം കിട്ടിയത്. ആ എവരി മോർണിംഗ് കിട്ടിയപ്പോൾ എനിക്ക് ഉത്തരം കിട്ടി. അപ്പോൾ എവരി മോർണിംഗ് എന്നുള്ളതുകൊണ്ട് ഗോ അല്ലെങ്കിൽ ഗോസ്. ദേ ഉത്തരം ശരിയായിരിക്കും. ദേ ഗോ ടു സ്കൂൾ എവരി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. ഇപ്പോൾ പോകുന്നില്ല. ഇതാണ് പ്രസൻറ്റ് സിമ്പിൾ. ഇപ്പോൾ പോകുന്നില്ല. അവരെല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നു. ഇപ്പോൾ പോകുന്ന ആണെങ്കിൽ ദേ ആർ ഗോയിങ് ടു സ്കൂൾ. നിങ്ങൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു വേറെ ആർ യു ഗോയിങ്? അപ്പോൾ നിങ്ങൾ പറഞ്ഞു സാർ ഐ ആം ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ ഇപ്പോൾ നടക്കുന്നതാണ്. ഇപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നത്. ദേ ഗോ ടു സ്കൂൾ എവരി മോർണിംഗ്. ഇനി വേറെ ഒരെണ്ണം കൂടെ എഴുതാം. നോക്കൂ, എല്ലാവരും ബോർഡിലേക്ക് വരൂ. എല്ലാവരും നോക്കൂ. ഷീ ഈസ് വിസിറ്റിംഗ് പൊന്മുടി. ഞങ്ങളുടെ സ്ഥലത്തുള്ളൊരു സ്ഥലമാണ് പൊന്മുടി. എവരി സമ്മർ. ഈ വാക്യം തെറ്റിതിരുത്തു. പരീക്ഷാ ഹാളിലിരുന്ന് ഓടാൻ ഞാനൊരൊറ്റ വര. എവരി സമ്മർ യൂഷ്വലി ഉണ്ടെങ്കിൽ ഞാൻ വരയ്ക്കും. ആൾവേസ്, ജനറലി, ഫ്രീക്വൻ്റ്ലി, എവരി മോർണിംഗ്, എവരി ഈവനിങ് വരച്ച ഉടനെ എനിക്ക് മനസ്സിലായി വിസിറ്റാണ്. ഒന്നുകിൽ വിസിറ്റ് അല്ലെങ്കിൽ VISITS, വിസിറ്റ്സ്. ഇതിലൊരെണ്ണേ വരുള്ളൂ. അപ്പോൾ ഷീ ഈസ് വിസിറ്റിംഗ് പൊന്മുടി എവരി സമ്മർ. തെറ്റ്. ഷീ ശരിയാവുന്നുണ്ടോ? VISITS. ഷീ വിസിറ്റ്സ്. ദേ ആയിരുന്നെങ്കിൽ വിസിറ്റ് എന്ന് മതി. പിടി കിട്ടിയാന്നോ? പിന്നെ ഇത് കറക്റ്റ് മനസ്സിലായില്ലേ? അപ്പോൾ ഷീ ഈസ് വിസിറ്റിംഗ് ടു പൊന്മുടി എവരി സമ്മർ. അവിടെ ആ എവരി സമ്മർ ഉള്ളതുകൊണ്ട് ഷീ വിസിറ്റ്സ് പൊന്മുടി എവരി സമ്മർ. ഷീ വിസിറ്റ്സ് പൊന്മുടി എവരി സമ്മർ എന്ന് വെച്ചാൽ എല്ലാ സമ്മറിലും അവൾ പൊന്മുടി സന്ദർശിക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ സന്ദർശിക്കുന്നില്ല, സ്ഥിരതയെ കാണിക്കുകയാണ്. ഇതാണ് ഈ LD ടൈപ്പിസ്റ്റിന് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂഷ്വലി, ആൾവേസ്, ജനറലി, ഫ്രീക്വൻ്റ്ലി, ഓഫൺ, എവരി മോർണിംഗ്, എവരി ഈവനിങ്, എവരി സമ്മർ, എവരി വെക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രസൻറ്റ് സിമ്പിൾ. ആ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ വർക്ക്സ്, പ്ലേ അല്ലെങ്കിൽ പ്ലേസ്, ഗോ അല്ലെങ്കിൽ ഗോസ്, ഈറ്റ് അല്ലെങ്കിൽ ഈറ്റ്സ്. ഈസും പ്രസൻറ്റ് സിമ്പിളാണ്. 6 പ്രസൻറ്റ് സിമ്പിൾ വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ തീരെ LD ടൈപ്പിസ്റ്റിന് ചോദിച്ച് കുട്ടികളെ കുഴപ്പിച്ചൊരു ക്വസ്റ്റ്യനാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന 1 മാർക്ക് ഇപ്പോൾ കിട്ടും. നോക്കിക്കോ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. A number of soldiers dash running ബ്രാക്കറ്റിൽ ഈസ് R. അടുത്തത് the number of SOLDIERS soldiers dash running ബ്രാക്കറ്റിൽ ഈസ് R. ഇതാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. എല്ലാവരും നോക്കിക്കോളൂ. A number of soldiers. അടുത്തത് ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ്. ഇവിടെ A നമ്പർ, ഇവിടെ ദ നമ്പർ. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ A നമ്പർ ഓഫ് എന്ന് പറയുന്നത് ഇവിടെ ബഹുവചനമാണ്, പ്ലൂറൽ.
PLURAL പ്ലൂറൽ. എ നമ്പർ ഓഫ് ബഹുവചനമാണ്. ആ ബഹുവചനമായതുകൊണ്ട് എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ആർ റണ്ണിങ്. കണ്ട, ആർ റണ്ണിങ്. എ നമ്പർ ഓഫ് സോൾജിയേഴ്സ്, എ നമ്പർ എന്ന് പറയുന്നത് ബഹുവചനമാണ്, അതുകൊണ്ട് ആർ റണ്ണിങ്. അപ്പോൾ ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ്, ആർ റണ്ണിങ്. എന്നാൽ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് എന്ന് പറയുന്നത്, ഈ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് വരികയാണ്. ഇത് സിംഗുലറാണ്, സിംഗുലർ. അതുകൊണ്ട് ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഈസ് റണ്ണിങ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എ നമ്പർ ഓഫ് ബഹുവചനമാണ്. എ നമ്പർ ഓഫ് സോൾജിയേഴ്സ്, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ, എ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ആർ, എ നമ്പർ ഓഫ് ബേർഡ്സ് ആർ. അതേസമയം ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഈസ് ദ നമ്പർ. നമ്പർ എന്നുള്ളത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ ഒറ്റ യൂണിറ്റ്. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് രണ്ട് പ്രധാനപ്പെട്ടതാണ്. അപ്പം ഇത് ദ നമ്പർ ഓഫ് എന്ന് പറയുന്നത് സിംഗുലറാണ്. എ നമ്പർ ഓഫ് എന്ന് പറയുന്നത് ബഹുവചനമാണ്, പ്ലൂറലാണ്. മനസ്സിലായത് നോക്കൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ വരുന്നതാണ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ളതാണ്. ഗ്രൂപ്പ് അതായത് 1 യൂണിറ്റാണ്. എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ്, എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഈസ്, എ ഗ്രൂപ്പ് ഓഫ് സോൾജിയേഴ്സ് ഈസ്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഈസ്. ഫ്ലോക്ക് 1 യൂണിറ്റാണ്. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഈസ്. ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഇതെങ്ങനെ വായിക്കും? ഇതെങ്ങനെ വായിക്കും? ഇനി ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ആദ്യത്തേത് ദെയർ ലൈവ്സ് എന്ന് തന്നെ വായിക്കണം. ദെയർ ലൈവ്സ്. അവരുടെ ജീവിതങ്ങൾ. ഈ ലൈഫ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ലൈവ്സ്. ജീവിതങ്ങൾ, ജീവനുകൾ. ലൈവ്സ്, ദെയർ ലൈവ്സ്, അവരുടെ ജീവിതങ്ങൾ. ഇവിടെ ലിവ് താമസിക്കുക. ഇത് ലിവ്ഡ്. ഷീ ലിവ്സ് ഇൻ ലണ്ടൻ. ദേ ലിവ് ഇൻ തിരുവനന്തപുരം. അപ്പോൾ ലൈഫ്, ലൈവ്സ്, ലിവ് തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടെ പറയുകയാണ്. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ്. എ നമ്പർ ഓഫ് ബഹുവചനം, ദ നമ്പർ ഓഫ് ഏകവചനം. ഏകവചനമാണെങ്കിൽ സിംഗുലർ. രാമ ഏകവചനമാണ്. രാമ ഈസ്, രാമ വോസ്, രാമ ഹാസ്, രാമ ഡസ്, രാമ പ്ലേസ്, രാമ കംസ് എക്സെട്ര. അടുത്തതിലേക്ക് വരികയാണ്. എല്ലാവരും ബോർഡിലേക്ക് വരിക. ഇന്ന് വളരെ കുറച്ച് മാത്രമേ തീർക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ അല്പം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതാണ്. പോർഷൻസ് കൂടുതൽ തീർക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ ഓടിച്ച് എടുക്കണമെങ്കിൽ ആ വിവരം പറയുക. ഇവിടെ നോക്കിക്കോളൂ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ബോർഡിലേക്ക് വരൂ. വൺ ഓഫ് മൈ ഫ്രണ്ട് ആർ എ ഡോക്ടർ. ഇതിൽ മൊത്തം എത്ര തെറ്റുണ്ടെന്ന് കണ്ടുപിടിക്കും. ഈ ബോർഡിൽ കിടക്കുന്ന വാക്യത്തിൽ എത്ര തെറ്റുണ്ട്? മലപ്പുറത്തെ കാലത്താണ് കൂടുതൽ സംസാരിക്കുന്നത്. അവിടെ ലൈബ്രറി ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അവിടെ ലൈബ്രറി വരണം. എന്നാൽ മാത്രമേ അവിടെ ഒരു പുതിയ അവേക്കനിങ് ഉണ്ടാവൂ, റിനേസൻസ് ഉണ്ടാവൂ. ഇടുക്കിയിലും കുറവാണ്. എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികളിൽ വരണം. എന്നാൽ മാത്രമേ ജനങ്ങളുടെ ചിന്താഗതി വികസിക്കൂ. ഇതിലുള്ള തെറ്റ് ഞാൻ പറയാൻ പോവാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട് തെറ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. വൺ ഓഫ് മൈ ടീച്ചർ തെറ്റ്. വൺ ഓഫ് മൈ ടീച്ചേഴ്സ്. ഇവിടെ വൺ ആണ് ഇതിലെ ഹെഡ് വേർഡ്. HEAD ഹെഡ് വേർഡ്. ആ ഹെഡ് വേർഡ് ഏകവചനമാണ്. അതുകൊണ്ട് ഇവിടെ ആറല്ല ഈസ് ആണ്. അപ്പം 2 തെറ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് എ ഡോക്ടർ. എല്ലാവർക്കും ശരിയായി നോക്കും. ഹെഡ് വേർഡ് 1 ഏകവചനമാണ്.
എൻ്റെ കൂട്ടുകാരിൽ എനിക്ക് ധാരാളം കൂട്ടുകാരുള്ളതിൽ ഒരാൾ ഈസ് എ ഡോക്ടർ. രണ്ടാമതൊരു വാക്യത്തിലേക്ക് വരാൻ പോവുകയാണ്. ഈ തെറ്റ് തിരുത്താൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. നോക്കൂ, ആ LD ടൈപ്പിസ്റ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോയ്സിൽ നിന്ന് ഇങ്ങനെ ഞാൻ തിരിഞ്ഞു വരികയാണ്. നോക്കൂ, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത്, one of my brothers 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 dash in Delhi ബ്രാക്കറ്റിൽ LIVES lives. പറയും ഏതാണ് ശരിയെന്ന്. ലീവ് താമസിക്കുക. one of my brothers ഒരാൾ LIVES lives ആണ് ശരി. താമസിക്കുന്നു. ലിവ്സ് താമസിക്കുന്നു. ലിവ്ഡ് താമസിച്ചു. അപ്പോൾ one of my brothers lives in Delhi. ഇനി വേറൊരെണ്ണം പറയാം. അതേസമയം two of my brothers are രണ്ടുപേർ പറഞ്ഞു. 2 ആണ് ഹെഡ് വേർഡ്, അതുകൊണ്ട് അത് ബഹുവചനം വരും. അടുത്തത്, ഇനി ഇത് പറയാൻ പറ്റുമോ നോക്കൂ. one of her daughters dash a first rank ബ്രാക്കറ്റിൽ have got has got. പറയൂ ഏതാണ്. one of her daughters dash a first rank. ഇവിടെ ഒന്ന്, അതുകൊണ്ട് ഹാസ് ഗോട്ടാണ് ശരി. ഹാസ് ഗോട്ട്. ഗെറ്റ് കിട്ടുന്നു, ഗോട്ട് കിട്ടി. അപ്പോൾ one of her daughters has got a first rank in the examination. അങ്ങനെ വരാം, അത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഈസ്, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഈസ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് എക്സെട്ര. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ്, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി സാധാരണ രീതിയിൽ തെറ്റ് വരുന്ന 1-2 കാര്യങ്ങൾ കൂടി ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതുണ്ട്. ഈ ക്ലാസ് ശക്തിയായി മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഈ ക്ലാസ് എങ്ങനെ ആണ് എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെങ്കിൽ ഞാൻ സ്പീഡിൽ പോകാൻ റെഡിയാണ്. എന്തിനും ഞാൻ റെഡിയാണ്. റിസൾട്ട് 2026 കൊണ്ടുതരണം. ഇത്രയേ ഉള്ളൂ. എന്തിന് റെഡിയാണ്. വിഷയത്തിലേക്ക് വരാം. നോക്കൂ, യു ഹാഡ്, ഇപ്പോൾ LD ടൈപ്പിസ്റ്റിന് ചോദിച്ചതാണ്. യു ഹാഡ് ബെറ്റർ ഡാഷ് എ ഡോക്ടർ. ഇതുപോലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ബ്രാക്കറ്റിൽ CONSULT കൺസൾട്ട്, CONSULTS കൺസൾട്ട്സ്, ടു കൺസൾട്ട്. ഇതിലൊരെണ്ണം ശരി. യു ഹാഡ് ബെറ്റർ ടു കൺസൾട്ട് ആണോ ശരി, വെറും കൺസൾട്ട് ആണോ ശരി, കൺസൾട്ട്സ് ആണോ ശരി? നിങ്ങൾ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് മതി. CONSULT കൺസൾട്ട്. യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. നിങ്ങൾ ഒരു ഡോക്ടറെ കാണുന്നതാണ് അഭികാമ്യം, നല്ലത്. നിങ്ങൾ പനി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറയും യു ഹാഡ് ബെറ്റർ കൺസൾട്ട് എ ഡോക്ടർ. കൺസൾട്ട്സ് എന്നും പറയില്ല, ടു കൺസൾട്ട് എന്നും പറയില്ല. അതുപോലെ തന്നെ യു ഹാഡ് ബെറ്റർ ഡാഷ് ക്രിക്കറ്റ്. യു ഹാഡ് ബെറ്റർ പ്ലേ ക്രിക്കറ്റ്. ടു പ്ലേ എന്ന് പറയില്ല, പ്ലേസ് എന്ന് പറയില്ല. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഓർമ്മിച്ച് വെച്ചേക്കുക. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. അതാണ് ചോദിച്ചത്. യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ. ഇവിടെ ഡു ഉണ്ട്, ഡസ് ഉണ്ട്. യു ഹാഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. ഡു ഇറ്റ് നൗ. ഇതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ച വേറൊരെണ്ണം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞുതരാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ വുഡ് യു മൈൻഡ് വന്നാൽ വെർബിൻ്റെ കൂടെ ING ചേർക്കണം. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹാർഡ് ബെറ്ററിന് ശേഷം വെർബിൻ്റെ കൂടെ ടു ചേർക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കോളൂ. അടുത്തത് വുഡ് യു മൈൻഡ്. അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോർ. ദ ഡോർ ഓപ്പൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓപ്പൺ പറയൂ. വുഡ് യു മൈൻഡ് എന്നാൽ വെർബിൻ്റെ ING വരണം. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ.
വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ? അർത്ഥം നിങ്ങൾക്ക് വാതിൽ തുറക്കുന്നതിൽ വിരോധമില്ലല്ലോ. വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ? ഈ എഴുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. വുഡ് യു മൈൻഡ്. എന്നാൽ ഈ വുഡ് യു മൈൻഡിനകത്ത് ഇഫ് കയറി വന്നാൽ ING വേണ്ട. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കോളൂ, എല്ലാവരും ബോർഡിലേക്ക് വരൂ. അപ്പോൾ വുഡ് യു മൈൻഡ് വന്നാൽ ING വരും വെർബിൻ്റെ കൂടെ. ഹാർഡ് ബെറ്ററിന് ശേഷം ടു എന്ന് ചേർക്കാൻ പാടില്ല. ശരിയല്ലേ? അടുത്ത് ഇവിടെ നോക്കിക്കോളൂ. അടുത്തത് വുഡ് യു മൈൻഡ്. വുഡ് യു മൈൻഡ് നിങ്ങൾക്ക് വിരോധമല്ലോ. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ, ഇരുന്നതിൽ വിരോധമില്ലല്ലോ. ഇവിടെ വുഡ് യു മൈൻഡ് കണ്ട ഉടനെ നിങ്ങൾ ING എഴുതിക്കളായിരുന്നു. ഇവിടെ ഇഫ് കിടക്കുകയാണ്. ഇഫ് ഐ സാറ്റ്, ഇഫ് ഐ സിറ്റിംഗ് എന്ന് പറയില്ല. ഇത് ഒരെണ്ണം സ്ട്രെയിഞ്ച് ക്വസ്റ്റ്യനാണ്, PSCക്ക് ചോദിച്ചതാണ്. വുഡ് യു ഇഫ് കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ ING വേണ്ട, അത് ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ ധാരാളം എഴുതിക്കൊണ്ട് വന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ, പക്ഷേ അത് തീർക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ ട്രാൻസിറ്റീവ് വെർബ്സ് ഇൻ ട്രാൻസിറ്റീവ് വെർബ്. ഇവിടെ സകർമ്മക ക്രിയ, മലയാളത്തിൽ സകർമ്മക ക്രിയ. ഇവിടെ അകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. ഇവിടുത്തെ ട്രാൻസിറ്റീവ് വെർബ് വെച്ചാൽ സകർമ്മക ക്രിയ. ഇവിടെ ഉപയോഗിക്കുന്ന വെർബിന് ഒരു ഓബ്ജക്റ്റ് വേണം. ഓബ്ജക്റ്റ്, കർമ്മം. ഒരു ഉദാഹരണത്തിന് രാമ പ്ലേസ്. രാമ പ്ലേസ്, രാമൻ കളിക്കുന്നു. ഉടനെ നിങ്ങൾ ചോദിക്കും എന്ത് കളിക്കുന്നു? ഇതിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ അതാണ് സകർമ്മക ക്രിയ. അപ്പോൾ ഈ പ്ലേസ് എന്നുള്ളതിന് ഒരു കർമ്മം വേണം. ക്രിക്കറ്റ്, ഫുട്ബോൾ. അപ്പോൾ രാമ പ്ലേസ് അത് പൂർണ്ണവാക്യമാവില്ല. രാമ പ്ലേസ് എന്ന് പറയുന്ന ആ പ്ലേസ് സകർമ്മക ക്രിയയാണ്. ഇതിന് ഒരു കർമ്മം വേണം. രാമ പ്ലേസ് എ ക്രിക്കറ്റ്. രാമ സബ്ജക്റ്റ്, പ്ലേസ് വെർബ്, ക്രിക്കറ്റ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് കർമ്മം, ഓബ്ജക്റ്റ് കർമ്മം. രാമ പ്ലേസ് ക്രിക്കറ്റ്. എന്നാൽ ഷീ റൺസ്, അവൾ ഓടുന്നു. എന്തോടുന്നു? ആരോ ഓടുന്നു? ഉത്തരവുണ്ടോ? അതുകൊണ്ട് ഷീ റൺസ് എന്ന് പറയുന്നത് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിന് കർമ്മം വേണ്ട. മലയാളത്തിൽ എഴുതി വെച്ചേക്കാം, കർമ്മം വേണ്ട. ഇവിടെ കർമ്മം വേണം. അപ്പോൾ മലയാളത്തിൽ സകർമ്മക ക്രിയയും അകർമ്മക ക്രിയയും ഉണ്ട്. സകർമ്മക ക്രിയയ്ക്ക് ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വെർബ്. ആ വെർബിന് ഒരു കർമ്മം ആവശ്യമാണ്. രാമ പെയിൻസ്, രാമ പെയിൻറ്റ് ചെയ്യുന്നു. എന്ത് പെയിൻറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിക്കും. ചുവര് പെയിൻറ്റ് ചെയ്യുന്നു. ചുവര് കർമ്മമാണ്. അപ്പോൾ ആ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് സകർമ്മക ക്രിയയാണ്, ട്രാൻസിറ്റീവ് വെർബാണ്. അതിനൊരു ഓബ്ജക്റ്റ് കൂടിയേ തീരും. ഇനി ഇൻട്രാൻസിറ്റീവ് വെർബിന് കർമ്മം വേണ്ട. രാമ റൺസ്, ഷീ സ്വിംസ്, ഷീ വാക്സ്. അവൾ നടക്കുന്നു. എന്ത് നടക്കുന്നു? ആരെ നടക്കുന്നു? ഉത്തരം പറയടോ? ഇല്ല. അപ്പോൾ ഷീ വാക്സ് എന്ന് പറയുന്നത് വാക്സ് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതേസമയം ഷീ റൈറ്റ്സ്, അവൾ എഴുതുന്നു. നിങ്ങൾ ചോദിക്കുക എന്തെഴുതുന്നു? ഷീ റൈറ്റ്സ് ഷോർട്ട് സ്റ്റോറീസ്. അപ്പോൾ റൈറ്റ്സിന് ഒരു കർമ്മം വേണം. അപ്പോൾ കർമ്മം വേണമെന്നുണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവ് വെർബും, കർമ്മം വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബുമാണ്. ഇവിടെയാണ് ഒരു കളി. എന്നുവെച്ചാൽ ഞാൻ നോക്കൂ, തന്നിരിക്കുന്ന വെർബ് ട്രാൻസിറ്റീവ് ആണെങ്കിൽ അതിന് ഒരു ഓബ്ജക്റ്റ് വേണം. അതിന് ഒരു ഓബ്ജക്റ്റ് വേണം. എല്ലാവരും ബോർഡിലേക്ക് വരും. ഇതാ, എല്ലാവരും നോക്കിക്കോളൂ. ഷീ എൻജോയ്സ് ഡാഷ്, ബ്രാക്കറ്റിൽ READ, റീഡ്, റീഡിങ്. കണ്ട, ഷീ എൻജോയ്സ് ഡാഷ്, അവൾ ആസ്വദിക്കുന്നു. ഉടനെ നിങ്ങൾ ചോദിക്കും അവൾ എന്ത് ആസ്വദിക്കുന്നു? അപ്പോൾ ഈ എൻജോയ്സ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് വെർബാണ്. ഇതിനൊരു കർമ്മം വേണം. അതുകൊണ്ട് റീഡിങ് ആണ് ഇതിലെ കർമ്മം. റീഡ് വെർബാണ്. റീഡിങ് വായന. അതുകൊണ്ട് ഈ ട്രാൻസിറ്റീവ് വെർബായതുകൊണ്ട് ഈ വാക്യത്തെ തിരിച്ചു പറയാം. റീഡിങ്
ഈസ് എൻജോയ്ഡ് ബൈ ഹർ. കണ്ട, ഇത് തിരിച്ചു പറയാം. ഈ ഷീയുടെ സ്ഥാനത്ത് നമുക്ക് റീഡിങ്ങിന് എൻജോയ്സ്, എൻജോയ്ഡ് എന്ന് പറഞ്ഞാൽ ഈ സാറാം ഇവിടെ. അപ്പോൾ റീഡിങ്ങിന് ആദ്യം കൊണ്ടുവന്നു. റീഡിങ് ഈസ് എൻജോയ്ഡ് ബൈ ഹർ. അപ്പോൾ ഷീ എൻജോയ്സ് വാട്ട്? ഷീ എൻജോയ്സ് റീഡിങ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, LD ടൈപ്പിസ്റ്റിന് ചോദിച്ചതാണ്. ദീപക് എൻറോൾഡ് ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ. ഉത്തരം പറയൂ. ബ്രാക്കറ്റിൽ എ ആൻഡ് ദ. ദീപക് എൻറോൾഡ് ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി. പറയൂ. ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി. ഇൻ എ യൂണിവേഴ്സിറ്റി. ഇത് കുഴപ്പമില്ല, എ യൂണിവേഴ്സിറ്റി എല്ലാവർക്കും കിട്ടും. എന്നാൽ ഡാഷ് യൂണിവേഴ്സിറ്റി കോളേജ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. ഇതിനെങ്ങനെ എഴുതാം? എ ആൻഡ് ദ. ഡാഷ് യൂണിവേഴ്സിറ്റി, നിങ്ങൾ യൂണിവേഴ്സിറ്റി കണ്ടാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്തോളൂ? എ എഴുതി കളയും. ഡാഷ് യൂണിവേഴ്സിറ്റി കോളേജ് ഈസ് ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. ഇവിടെ ദ യൂണിവേഴ്സിറ്റി. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ എ എഴുതി കളയും. അപ്പോൾ എ യൂണിവേഴ്സിറ്റി ശരിയാണ്. ദ യൂണിവേഴ്സിറ്റി കോളേജ് ഇൻ ട്രിവാൻഡ്രം, ദ യൂണിവേഴ്സിറ്റി കോളേജ്. അതേസമയം നമ്മളല്ലാതെ പറയുമ്പോഴത്തേക്ക് എ യൂണിവേഴ്സിറ്റി, ഞാൻ 5-6 പറയാം, നിങ്ങൾ പറയുന്നു നോക്കട്ടെ. എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ വൺ എയ്ഡ് മാൻ, എ 1 rupee നോട്ട്, എ ഇയർ, എ യൂഷ്വൽ, എ യെല്ലോ, എ യു ഡാഷ് EWE. ഇതിൽ ഉച്ചരിക്കുന്ന യു എന്നാണ്. എ യു, ഇത് PSCക്ക് ചോദിച്ചതാണ്. എ യു മീൻസ് ഫീമെയിൽ ഷീപ്പാണ്. ഫീമെയിൽ ഷീപ്പ്. യു മീൻസ് ഫീമെയിൽ ഷീപ്പ്. എന്നാൽ റാം മെയിൽ ഷീപ്പ്. അടുത്തത് യങ്, YOUNG, യങ് ഷീപ്പ് സമം LAMB, ലാമ്പ്. LAMB, ലാമ്പ്, ആട്ടിൻകുട്ടി. അപ്പോൾ എ യൂണിവേഴ്സിറ്റി, എ യൂറോപ്യൻ, എ ഇയർ, എ യെല്ലോ, എ യു. റാം മീൻസ് ആൻ അഡൽട്ട് മെയിൽ ഷീപ്പാണ്. ലാമ്പ് യങ് ഷീപ്പാണ്. യു എന്ന് പറയുന്നത് പെണ്ണാടാണ്. യു പെണ്ണാട്, ഫീമെയിൽ ഷീപ്പ്. ഇനി നിങ്ങൾ വിഷയത്തിലേക്ക് വരൂ, ബോർഡിലേക്ക് വരൂ. ഒരു കാര്യം കൂടി. ഡാഷ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. പറയൂ. ദ സൺ. അടുത്തത് ഗംഗ ഈസ് എ സേക്രഡ് റിവർ. ഈ വാക്യം തെറ്റാണ്. ഇത് ശരിയാകണമെങ്കിൽ ദ ഗംഗ, ദ ബ്രഹ്മപുത്ര, ദ സൺ. അടുത്തത് ഐസ് ഈസ് ഡാഷ് ഫ്രോസൺ വാട്ടർ. ഇത് PSCക്ക് ചോദിച്ചതാണ്. ഐസ് ഈസ് ഡാഷ് ഫ്രോസൺ വാട്ടർ. അവിടെ ആർട്ടിക്കിൾസ് വേണ്ട. ഐസ് ഈസ് ഫ്രോസൺ വാട്ടർ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ദ ഗംഗ ഈസ് എ സേക്രഡ് റിവർ. ഓർമ്മിച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് 1-2 അത്യാവശ്യം ഉള്ള സ്പെല്ലിങ്ങുകൾ കൂടി നോക്കാം. നിങ്ങളത് പഠിച്ചു വെച്ചേക്കുക. ഞാൻ ബോർഡിൽ 5 സ്പെല്ലിംഗ് എഴുതാൻ പോവുകയാണ്. ആ സ്പെല്ലിംഗ് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. 1, ലെഫ്റ്റനൻറ്റ്, LIEUTENANT. ശരിയായോ? സൂപ്രിൻറ്റൻഡൻറ്റ്, SUPERINTENDENT. ശരിയായോ? അടുത്തത് കരിക്കുലം, CURRICULUM.
LUM ശരിയായോ? വാക്വം VACUUM സെപ്പറേറ്റ്സ് SEPARATE സെപ്പറേറ്റ്സ്. ഗ്രാമർ GRAMMAR ഗ്രാമർ. ട്യൂഷൻ TUITION ട്യൂഷൻ ട്യൂഷൻ. സെപ്പറേറ്റ്സ് ഗ്രാമർ. ലെഫ്റ്റനൻറ്റ്സ് സൂപ്രിൻറ്റൻഡൻറ്റ്സ് കരിക്കുലം. അതുപോലെ തന്നെ വാക്വം. പ്രിവിലേജ് PRIVILEGE പ്രിവിലേജ് സ്പെഷ്യൽ റൈറ്റ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സ്പെല്ലിങ്ങുകൾ ധാരാളം സ്പെല്ലിങ്ങുകൾ അത് കിട്ടുന്നത് എഴുതിയെടുത്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് 1 മാർക്കാണ് സാധാരണഗതി ഈ സ്പെല്ലിങ്ങിന് ചോദിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള വാക്കുകളെല്ലാം ഒരു ചെറിയ ബുക്കാക്കി വെച്ച് പഠിക്കാനുള്ള ശ്രമം നടത്തുക. 2026 കറണ്ട് അഫയേഴ്സ് എഴുതി ഒരു ബുക്ക് അത്യാവശ്യമായി തുടങ്ങണം. ആ കറണ്ട് അഫയേഴ്സ് എല്ലാം ഇതിനകത്ത് എഴുതിയിടണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കൊന്നും പറയാൻ പറ്റിയെന്നുള്ള ധാരണ എനിക്കില്ല. ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഇടണം. ഞാൻ തീരെ ഒന്നും കവർ ചെയ്തിട്ടില്ല എന്നുള്ള വ്യക്തമാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ ക്ലാസ് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ അത് പറയുക. തീർച്ചയായിട്ടും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ശരിക്കും കടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്ന് നിങ്ങൾ ആവേശം കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. എനിഹോ, അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ 2ാം ഭാഗം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ ആഹ്ലാദമല്ല, നിങ്ങളുടെ ആഹ്ലാദമാണ് എനിക്ക് ആവശ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്ന് നിങ്ങൾ എഴുതണം. അഭിപ്രായങ്ങൾ പലരും എഴുതുന്നില്ല, ചുമ്മാ കണ്ടിട്ട് അങ്ങ് പോവുകയാണ്. നമുക്ക് 1ാം സ്ഥാനത്ത് എത്തണ്ടേ? 2026 ജോലി കിട്ടണ്ടേ? പെൺകുട്ടികൾക്ക് അടുക്കളയിൽ പദയാത്ര നടത്തിയാൽ മതിയോ? 1 വർഷം കഠിനമായി പ്രയത്നിച്ചാൽ 60 വർഷം വരെ സുഖജീവിതം. പഠിച്ചാൽ ഉത്തരങ്ങൾ വെട്ടിത്തിളങ്ങും. നെഗറ്റീവ് ഇല്ലാത്ത 2026 ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഇംഗ്ലീഷ് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.